24 റൗണ്ടപ്പിലേക്ക് വിശദമായി. ലോക്സഭാ ഡെപ്യൂട്ടി സ്പീക്കർ സ്ഥാനത്തേക്ക് മത്സരത്തിന് കളമൊരുങ്ങുന്നു. ഭരണപക്ഷം നിർദ്ദേശിക്കുന്ന ആളെ പിന്തുണയ്ക്കണമെന്ന് പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗ് ആവശ്യപ്പെട്ടെങ്കിലും പ്രതിപക്ഷം വഴങ്ങിയില്ല. കോൺഗ്രസ് അധ്യക്ഷൻ മല്ലികാർജ്ജുൻ ഖർഗെ, സമാജ്വാദി പാർട്ടി നേതാവ് അഖിലേഷ് യാദവ്, തൃണമൂൽ കോൺഗ്രസ് നേതാവ് മമതാ ബാനർജി എന്നിവരുമായി രാജ്നാഥ് സിംഗ് സംസാരിച്ചു. NDA സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിക്കാൻ മല്ലികാർജ്ജുൻ ഖർഗെ ആവശ്യപ്പെട്ടു. ഡെപ്യൂട്ടി സ്പീക്കർ സ്ഥാനത്തേക്ക് BJP ഇതര പാർട്ടിയിൽ നിന്ന് സ്ഥാനാർത്ഥി വേണമെന്ന് മമതാ ബാനർജിയും നിലപാടറിയിച്ചു. ഇന്ത്യ സഖ്യം സമാജ്വാദി പാർട്ടിയിൽ നിന്ന് സ്ഥാനാർത്ഥിയെ നിർത്തുമെന്നാണ് സൂചന. മല്ലികാർജ്ജുൻ ഖർഗെ സഖ്യകക്ഷികളുമായി ചർച്ച നടത്തും. കണ്ണൂരിൽ സ്വർണം പൊട്ടിക്കൽ സംഘവുമായി ബന്ധമുണ്ടെന്ന് കണ്ടെത്തിയ ബ്രാഞ്ച് അംഗത്തെ CPIM പുറത്താക്കി. എരമം സെൻട്രൽ ബ്രാഞ്ച് അംഗം സജേഷിനെതിരെയാണ് നടപടി. അർജുൻ ആയങ്കി ഉൾപ്പെട്ട സ്വർണം പൊട്ടിക്കൽ സംഘത്തിൽ ഇയാളും ഭാഗമായിരുന്നു. 2 മാസം മുമ്പെടുത്ത നടപടിയുടെ വിശദാംശങ്ങളാണ് പുറത്തുവന്നത്. ഈ അർജുനെയും ആകാശ് അടക്കമുള്ള ടീമിനെ പാർട്ടിയിൽ നിന്ന് സഹായം കിട്ടിയിട്ടുണ്ടോ? ഒരു ഘട്ടത്തിൽ അവരെ സഹായിച്ച ആളുകളുണ്ടോ, നേതാക്കളുണ്ടോ കണ്ണൂരിൽ? തീർച്ചയായിട്ടും അതുകൊണ്ടായിരിക്കില്ല അവരങ്ങനെ ആയിട്ടുണ്ടാവുക. അല്ലാണ്ട് ഇപ്പം നമ്മൾ ഉള്ള കാര്യം എന്തിനും ഇല്ലയെന്ന് പറയുന്നു, അതെന്തായാലും ഉണ്ടാവും. സ്വർണ്ണക്കടത്ത് കൊട്ടേഷൻ സംഘങ്ങൾക്ക് പാർട്ടിയിലെ ചിലരുടെ പിന്തുണ ലഭിക്കുന്നുവെന്ന മനു തോമസിന്റെ വെളിപ്പെടുത്തലിനെ സാധൂകരിക്കുന്ന സംഘടനാ നടപടി. സ്വർണം പൊട്ടിക്കൽ സംഘത്തിനൊപ്പം പയ്യന്നൂർ കാനായിൽ വീട് വളഞ്ഞ സംഘത്തിൽ സജേഷും ഉൾപ്പെട്ടിരുന്നു. പാർട്ടി അംഗമായിരുന്ന സജേഷ് DYFI മേഖലാ കമ്മിറ്റി അംഗമായും പ്രവർത്തിച്ചിരുന്നു. സ്വർണ്ണക്കടത്ത് കേസ് പ്രതി അർജുൻ ആയങ്കിയുടെ സംഘത്തിനൊപ്പമാണ് സജേഷ് സ്വർണം പൊട്ടിക്കലിനായി എത്തിയത്. പയ്യന്നൂരിൽ വീട് വളഞ്ഞ സംഘം ഭീകരാന്തരീക്ഷം സൃഷ്ടിച്ചു. നാട്ടുകാർ പ്രശ്നത്തിൽ ഇടപെടുകയും പിന്നാലെ പരാതി പാർട്ടിക്ക് മുന്നിലെത്തുകയും ചെയ്തു. പ്രാദേശിക പാർട്ടി അംഗങ്ങൾ തെളിവ് സഹിതം നടപടി ആവശ്യം കടുപ്പിച്ചതോടെ പുറത്താക്കൽ. CPIMലെ പ്രധാന നേതാവിന്റെ ഡ്രൈവറായും സജേഷ് മുൻപ് പ്രവർത്തിച്ചിരുന്നു. CPIM നേതാക്കളായ P ജയരാജൻ, M ഷാജർ എന്നിവർ അടക്കമുള്ളവർക്കെതിരെ സ്വർണ്ണക്കടത്ത് കൊട്ടേഷൻ ബന്ധ ആരോപണം ഉന്നയിച്ചാണ് മനു തോമസ് പാർട്ടി വിട്ടത്. തെറ്റുകാരെ സംരക്ഷിക്കില്ലെന്നും കുറ്റക്കാരനെന്ന് ബോധ്യപ്പെട്ടതിന് പിന്നാലെ നടപടി സ്വീകരിച്ചെന്നും CPIMന്റെ ഔദ്യോഗിക വിശദീകരണം. എന്നാൽ മനു തോമസിന്റെ വെളിപ്പെടുത്തലടക്കമുള്ള വിവാദങ്ങൾ CPIMന് സൃഷ്ടിച്ചത് കടുത്ത രാഷ്ട്രീയ പ്രതിസന്ധി. ക്രിമിനലുകൾക്ക് പാർട്ടി തണൽ ലഭിക്കുന്നില്ലെന്ന് വാദിക്കുമ്പോഴും തുടർ വിവാദങ്ങൾ CPIMനെ പ്രതിരോധത്തിലാക്കുകയാണ്. 24 കണ്ണൂർ. CPIMനെതിരെ നിലപാട് കടുപ്പിച്ച CPI. ചെങ്കൊടിത്തണലിൽ അധോലോക സംസ്കാരം വളരാൻ പാടില്ലെന്ന് CPI സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വം തുറന്നടിച്ചു. മുന്നണി വിടണമെന്ന് അഭിപ്രായപ്പെടാൻ പാർട്ടി അംഗങ്ങൾക്ക് അവകാശമുണ്ടെന്നും എന്നാൽ നിലവിൽ അങ്ങനെയൊരു സാഹചര്യമില്ലെന്നും ബിനോയ് വിശ്വം പറഞ്ഞു. ന്യൂ ഇന്ത്യൻ എക്സ്പ്രസിന് നൽകിയ അഭിമുഖത്തിലാണ് ഇടതുപാർട്ടികളുടെ നയസമീപനം ഉൾപ്പെടെയുള്ള കാര്യങ്ങളിൽ ബിനോയ് വിശ്വം വിശദമായ പ്രതികരണം നടത്തിയത്. കണ്ണൂരിൽ നിന്നുള്ള സ്വർണം പൊട്ടിക്കലിന്റെയും അധോലോക അഴിഞ്ഞാട്ടത്തിന്റെയും കഥകൾ ചെങ്കൊടിക്ക് അപമാനമാണെന്ന് കഴിഞ്ഞ ദിവസം വാർത്താക്കുറിപ്പിലൂടെയും ബിനോയ് വിശ്വം വ്യക്തമാക്കിയിരുന്നു. ഇന്ന് മാധ്യമങ്ങളെ കണ്ടപ്പോഴും CPI സംസ്ഥാന സെക്രട്ടറി വിമർശനം തുടർന്നു. സ്വർണം പൊട്ടിക്കലിന്റെ കഥകൾ, അധോലോക അഴിഞ്ഞാട്ടങ്ങൾ, അത് ചെങ്കൊടിയുടെ മാർഗമല്ല. ചെങ്കൊടി അതിന്റെ പാർട്ടിയല്ല. കയ്യൂരിലും കരിവള്ളൂരിലും തില്ലങ്കേരിയിലും മുനിയൻകുന്നിലും കാവമ്പായിലും മുഞ്ചികത്തും തെലങ്കാനയിലും തേബാകയിലും ശൂരനാട്ടും എല്ലാം ഒരുപാട് മനുഷ്യർ ചോരകെടുത്തുണ്ടാക്കിയ പാർട്ടിയാണ്. അവരുടെ ചോരയുടെ നിറമാണ് ചെങ്കൊടിക്കുള്ളത്. CPI മുന്നണി വിട്ട് UDFന്റെ ഭാഗമാകണമെന്ന അഭിപ്രായം ചില ജില്ലാ നേതൃയോഗങ്ങളിൽ ഉയർന്നിരുന്നു. പാർട്ടി അംഗങ്ങൾക്ക് അഭിപ്രായം പറയാൻ സ്വാതന്ത്ര്യമുണ്ടെങ്കിലും നിലപാട് തീരുമാനിക്കേണ്ടത് പാർട്ടി കോൺഗ്രസ് ആണെന്ന് ബിനോയ് വിശ്വം. LDFന് നേതൃത്വം നൽകാൻ CPIMന് അർഹതയില്ലെന്ന് CPI തിരിച്ചറിയണമെന്നും മുന്നണി വിട്ട് അവർ പുറത്തുവരണമെന്നും UDF കൺവീനർ MM ഹസൻ ആവശ്യപ്പെട്ടു. ഹസന്റെ പ്രതികരണത്തെ ചിരിച്ചു തള്ളുന്നുവെന്നാണ് ബിനോയ് വിശ്വം പ്രതികരിച്ചത്. 24 തിരുവനന്തപുരം. CPIM സംസ്ഥാന നേതൃത്വത്തെ ഞെട്ടിച്ചുകൊണ്ട് ജില്ലാ നേതൃയോഗങ്ങളിൽ മുഖ്യമന്ത്രിക്കെതിരെയും സർക്കാരിനെതിരെയും വിമർശനം തുടരുന്നു. മുഖ്യമന്ത്രിയും മന്ത്രിമാരും ശൈലി തിരുത്തണമെന്നാണ് ഉയരുന്ന പ്രധാന ആവശ്യം. ആലപ്പുഴ, കോട്ടയം ജില്ലാ കമ്മിറ്റികളിൽ നവകേരള സദസ്സിനെതിരെയും രൂക്ഷ വിമർശനമുണ്ടായി. ഭരണവിരുദ്ധ വികാരമില്ലെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ ഉൾപ്പെടെ ആവർത്തിക്കുമ്പോഴാണ് ജില്ലാ നേതൃയോഗങ്ങളിൽ വിമർശനം തുടരുന്നത്. സംസ്ഥാന കമ്മിറ്റിയിലും സമീപകാലത്തെ പതിവിന് വിരുദ്ധമായി സർക്കാരിനെതിരെയും മുഖ്യമന്ത്രിക്കെതിരെയും വിമർശനങ്ങൾ ഉയർന്നിരുന്നു. ജില്ലാ നേതൃയോഗങ്ങളിലേക്ക് വരുമ്പോൾ വിമർശനങ്ങൾക്ക് കടുപ്പം കൂടുതലാണ്. ഭരണവിരുദ്ധ വികാരവും മുഖ്യമന്ത്രിയുടെയും മന്ത്രിമാരുടെയും ശൈലിയുമാണ് ലോക്സഭാ തെരഞ്ഞെടുപ്പ് പരാജയത്തിന്റെ കാരണങ്ങളിൽ പ്രധാനമെന്ന് ആലപ്പുഴ ജില്ലാ കമ്മിറ്റിയിൽ അംഗങ്ങൾ അഭിപ്രായപ്പെട്ടു. ക്ഷേമ പെൻഷൻ നൽകാതിരുന്നത് ധനവകുപ്പിന്റെ പിടിപ്പുകേടാണെന്നും ആക്ഷേപം. വെള്ളാപ്പള്ളി നടേശനെ വിമർശിച്ചും പിന്തുണച്ചും അംഗങ്ങൾ. EDയെ ഉപയോഗിച്ചുള്ള സമ്മർദ്ദം തനിക്കുമേലുണ്ടെന്ന് വെള്ളാപ്പള്ളി തുറന്നു പറഞ്ഞതായി AM ആരിഫ് വെളിപ്പെടുത്തി. നവകേരള സദസ് വേദിയിൽ മുഖ്യമന്ത്രി തോമസ് ചാഴിക്കാടനെ പരസ്യമായി തിരുത്തിയ നടപടി അനുചിതമെന്ന് കോട്ടയം യോഗത്തിൽ അഭിപ്രായമുയർന്നു. MP രാജേഷ്, വീണ ജോർജ് എന്നിവരുടെ പ്രകടനം പോരെന്നും വിമർശനമുണ്ടായി.
തലസ്ഥാനത്ത് നഗരഭരണം നഷ്ടപ്പെടുന്ന അവസ്ഥയിലേക്ക് മേയർ കാര്യങ്ങളെ എത്തിച്ചെന്നാണ് തിരുവനന്തപുരം ജില്ലാ കമ്മിറ്റിയിലെ വിമർശനം. KSRTC ഡ്രൈവറുമായി ഉണ്ടായ തർക്കത്തിൽ അപക്വമായ ഇടപെടലാണ് മേയറുടെയും MLA-യുടെയും ഭാഗത്തു നിന്നുണ്ടായതെന്നും മേയറുടെ പരിചയക്കുറവ് നഗരഭരണത്തിൽ തിരിച്ചടിയായെന്നും അംഗങ്ങൾ അഭിപ്രായപ്പെട്ടു. എതിർ ശബ്ദങ്ങൾ ഉയർന്നില്ല എന്നതും ശ്രദ്ധേയം. 24 തിരുവനന്തപുരം. TP കേസ് പ്രതികളുടെ ശിക്ഷാ ഇളവ് പട്ടിക ചോർന്ന സംഭവത്തിൽ കൂടുതൽ പോലീസുകാർക്കെതിരെ നടപടിക്ക് നീക്കം. കണ്ണൂർ ചൊക്ലി സ്റ്റേഷനിലെ 2 ASI-മാരിൽ നിന്ന് കൂത്തുപറമ്പ് ACP മൊഴിയെടുത്തു. പട്ടിക ചോർന്നത് ഇവരിൽ നിന്ന് പ്രാഥമിക നിഗമനം. ട്രൗസർ മനോജിന്റെ ശിക്ഷാ ഇളവിനായി KK രമയുടെ മൊഴിയെടുത്ത ASIയെ സ്ഥലം മാറ്റി. TP ചന്ദ്രശേഖരൻ വധക്കേസിലെ 3 പ്രതികൾക്ക് ശിക്ഷാ ഇളവ് നൽകാനുള്ള നീക്കം പുറത്തായത് സർക്കാരിനെയും ആഭ്യന്തര വകുപ്പിനെയും പ്രതിസന്ധിയിലാക്കിയിരുന്നു. സംഭവത്തിൽ 3 ജയിൽ ഉദ്യോഗസ്ഥരെ സസ്പെൻഡ് ചെയ്ത് തടിയൂരാനാണ് സർക്കാർ ശ്രമിച്ചത്. എന്നാൽ ജയിൽ സൂപ്രണ്ട് സിറ്റി പോലീസ് കമ്മീഷണർക്ക് കൈമാറിയ പട്ടിക എങ്ങനെ ചോർന്നു എന്നന്വേഷിക്കാൻ DGP നിർദ്ദേശം നൽകി. ഇതിന്റെ ഭാഗമായാണ് പാനൂർ സ്റ്റേഷനിലെ 2 ASI-മാരെ കഴിഞ്ഞ ദിവസം കൂത്തുപറമ്പ് ACP ചോദ്യം ചെയ്തത്. പ്രവീൺ, ഷാജു എന്നീ ASI-മാരാണ് TP കേസ് പ്രതികളായ ഷാജി, അണ്ണൻ സജിത്ത് എന്നിവരുടെ ശിക്ഷാ ഇളവിന് മൊഴിയെടുക്കാൻ KK രമയെ വിളിച്ചത്. ഇവരിൽ നിന്നാണ് ശിക്ഷാ ഇളവിനുള്ള പട്ടിക പുറത്തുപോയതെന്നാണ് പ്രാഥമിക നിഗമനം. ഇതിനിടെ TP കേസിലെ മറ്റൊരു പ്രതിയായ ട്രൗസർ മനോജിന്റെ ശിക്ഷാ ഇളവ് നീക്കത്തിൽ KK രമയുടെ മൊഴിയെടുത്ത ASIയെ സ്ഥലം മാറ്റി. കൊളവല്ലൂർ സ്റ്റേഷനിലെ ASI ശ്രീജിത്തിനെയാണ് വയനാട്ടിലേക്ക് സ്ഥലം മാറ്റിയത്. 24 കണ്ണൂർ. SSLC കഴിഞ്ഞവർക്ക് എഴുതാനും വായിക്കാനും അറിയില്ലെന്നാരോപിച്ച് മന്ത്രി സജി ചെറിയാനെ തിരുത്തി വിദ്യാഭ്യാസ മന്ത്രി V ശിവൻകുട്ടി. ഇത്തരം നിരീക്ഷണം വസ്തുതാവിരുദ്ധമാണ്. അക്കാദമിക മികവിന്റെ കാര്യത്തിൽ കേരളം ഒരു വിട്ടുവീഴ്ചയും ചെയ്യില്ല. സജി ചെറിയാന്റെ പ്രസംഗത്തിലെ ചില പരാമർശങ്ങൾ അടർത്തിയെടുത്ത് വിവാദമുണ്ടാക്കുകയാണെന്നും മന്ത്രി V ശിവൻകുട്ടി പറഞ്ഞു. സജി ചെറിയാൻ വിദ്യാർത്ഥികളോട് മാപ്പ് പറയണമെന്ന് KSU ആവശ്യപ്പെട്ടു. 10ാം ക്ലാസ് ജയിച്ച നല്ലൊരു ശതമാനത്തിനും എഴുതാനും വായിക്കാനും അറിയില്ലെന്നായിരുന്നു മന്ത്രി സജി ചെറിയാന്റെ പരാമർശം. ആരെങ്കിലും തോറ്റാൽ സർക്കാർ പരാജയമെന്നാണ് പറയുക. ഈ 10ാം ക്ലാസ് ജയിച്ച നല്ലൊരു ശതമാനത്തിന് വായിക്കാൻ എഴുതാൻ അറിയില്ല. അടുത്ത കാര്യം എന്ന് വെച്ചാൽ അങ്ങനെ എല്ലാവരെയും ജയിപ്പിച്ചു വിടുന്നതാണ് ഒരു നല്ല കാര്യം. ബഹുമാനപ്പെട്ട വിദ്യാഭ്യാസ മന്ത്രി പറഞ്ഞത് ശരിയല്ല എന്ന് പറഞ്ഞ് പുതിയ തലമുറ നമ്മൾ എടുക്കാൻ പോവാണ്. പശുവിനെ കണ്ട അറിയാത്ത കുട്ടികളല്ലേ നമ്മുടെ നാട്ടിൽ. പശുക്കളെ കണ്ട ഇപ്പോൾ ഇംഗ്ലീഷിൽ വാട്ട് ഇസ് ദിസ് തന്നോട് തന്നെ ചോദിക്കുന്ന കാര്യമാണ്. പട്ടിയാണെന്ന് ചോദിക്കും പശുവിനെ കണ്ട്. SSLC കഴിഞ്ഞവർക്ക് എഴുതാനും വായിക്കാനും അറിയില്ല എന്ന നിരീക്ഷണം വസ്തുതാവിരുദ്ധമെന്ന പൊതുവിദ്യാഭ്യാസ മന്ത്രി V ശിവൻകുട്ടി പ്രസ്താവനയിൽ പറഞ്ഞു. സ്കൂൾ വിദ്യാഭ്യാസ മേഖലയിൽ പഠന നിലവാരം കൂടുതൽ മെച്ചപ്പെടുത്താനുള്ള പദ്ധതികൾ നടത്തുകയാണ്. രാജ്യത്ത് ഏറ്റവും മികച്ച രീതിയിൽ പ്രീ പ്രൈമറി മുതൽ ഹയർ സെക്കൻഡറി വരെ വിദ്യാഭ്യാസം നടത്തുന്ന സംസ്ഥാനമാണ് കേരളം. അക്കാദമിക മികവിന്റെ കാര്യത്തിൽ കേരളം ഒരു വിട്ടുവീഴ്ചയും ചെയ്യില്ല. കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രാലയത്തിന്റെ വികസന സൂചികകളിൽ കേരളം ഇപ്പോഴും പ്രഥമ ശ്രേണിയിലുണ്ട്. മന്ത്രി സജി ചെറിയാന്റെ പ്രസംഗത്തിലെ ചില പരാമർശങ്ങൾ അടർത്തിയെടുത്താണ് ഇപ്പോൾ വിവാദം ഉണ്ടാക്കിയിരിക്കുന്നത്. പ്രസംഗം മൊത്തത്തിൽ പൊതുവിദ്യാഭ്യാസ മേഖലയെ കൂടുതൽ ഉന്നതിയിലേക്ക് നയിക്കാനുള്ള അഭിപ്രായ പ്രകടനമാണെന്നും മന്ത്രി V ശിവൻകുട്ടി ചൂണ്ടിക്കാട്ടി. 24 തിരുവനന്തപുരം. ചാവക്കാട് ഒരുമനയൂരിൽ റോഡിലേക്ക് നാടൻ ബോംബെറിഞ്ഞ പ്രതി പിടിയിൽ. നിരവധി ക്രിമിനൽ കേസുകളിൽ ഉൾപ്പെട്ട സമീപവാസി ഷെഫീഖിനെയാണ് പോലീസ് കസ്റ്റഡിയിലെടുത്തത്. മാതാവിനോടുള്ള ദേഷ്യത്തിലാണ് മദ്യലഹരിയിലായിരുന്ന ഷെഫീഖ് റോഡിലേക്ക് ബോംബെറിഞ്ഞത്. ഇന്നുച്ചയ്ക്ക് 2:15-ഓടെയാണ് ചാവക്കാട് ഒരുമനയൂർ 6-ാം വാർഡ് ശാഖാ റോഡിൽ ഉഗ്രശബ്ദത്തോടെ സ്ഫോടനമുണ്ടായത്. ബോംബ് സ്ക്വാഡിന്റെ പരിശോധനയിൽ പൊട്ടിത്തെറിച്ചത് നാടൻ ബോംബാണെന്ന് സ്ഥിരീകരിച്ചു. പോലീസ് അന്വേഷണത്തിൽ മണ്ണുത്തി സ്വദേശിയും ഒരുമനയൂരിലെ താമസക്കാരനുമായ ഷെഫീഖ് പിടിയിലായി. 20-ലധികം കേസുകളിൽ പ്രതിയായ ഷെഫീഖ് ബോംബ് നിർമ്മാണത്തിൽ വിദഗ്ധനാണെന്ന് പോലീസ് പറയുന്നു. 4 മാസം മുൻപ് നിർമ്മിച്ച ബോംബ് വീടിന് മുകളിൽ സൂക്ഷിച്ചു. ഇതേച്ചൊല്ലി മാതാവുമായി വാക്കുതർക്കമുണ്ടായി. ഈ ദേഷ്യത്തിലാണ് മദ്യലഹരിയിലായിരുന്ന ഷെഫീഖ് ബോംബ് റോഡിലേക്ക് എറിഞ്ഞത്. കരിങ്കൽ ചീളും കുപ്പിച്ചില്ലും വെടിമരുന്നും തുണിയിൽ കൂട്ടിക്കെട്ടിയാണ് നാടൻ ബോംബുണ്ടാക്കിയത്. ഷെഫീഖിന്റെ വീട്ടിൽ ബോംബ് സ്ക്വാഡ് പരിശോധന നടത്തി. 24 തൃശൂർ. ചലച്ചിത്ര അഭിനേതാക്കളുടെ സംഘടനയായ അമ്മയ്ക്ക് പുതിയ നേതൃത്വം. ഇന്ന് നടന്ന തെരഞ്ഞെടുപ്പിൽ സിദ്ദിഖ് ജനറൽ സെക്രട്ടറി സ്ഥാനത്തേക്ക് വിജയിച്ചു. എക്സിക്യൂട്ടീവ് കമ്മിറ്റിയിലെ വനിതാ പ്രതിനിധികളുടെ തെരഞ്ഞെടുപ്പിൽ നാടകീയ സംഭവങ്ങൾ അരങ്ങേറി. പ്രസിഡന്റായി മോഹൻലാൽ നേരത്തെ തന്നെ എതിരില്ലാതെ തെരഞ്ഞെടുക്കപ്പെട്ടിരുന്നു. 25 വർഷത്തിന് ശേഷം ഇടവേള ബാബു ഒഴിഞ്ഞതോടെയാണ് അമ്മയുടെ ജനറൽ സെക്രട്ടറി സ്ഥാനത്തേക്ക് തെരഞ്ഞെടുപ്പ് നടന്നത്. കുക്കു പരമേശ്വരൻ, ഉണ്ണി ശിവപാൽ എന്നിവർ സിദ്ദിഖിനെതിരെ മത്സരിച്ചെങ്കിലും ഔദ്യോഗിക പക്ഷത്തിന്റെ വിജയത്തോടെ സിദ്ദിഖിന് വിജയം. ജഗദീഷും ജയൻ ചേർത്തലയുമാണ് വൈസ് പ്രസിഡന്റുമാർ. അനൂപ് ചന്ദ്രനെ പരാജയപ്പെടുത്തി ബാബുരാജ് ജോയിന്റ് സെക്രട്ടറിയായി. പ്രസിഡന്റായി 3-ാം തവണയും മോഹൻലാൽ എതിരില്ലാതെ തെരഞ്ഞെടുക്കപ്പെട്ടിരുന്നു.
ട്രഷറർ സ്ഥാനത്തേക്ക് ഉണ്ണി മുകുന്ദനും എതിരാളികളില്ലാതെ വിജയിച്ചു. അതേസമയം എക്സിക്യൂട്ടീവ് കമ്മിറ്റി തെരഞ്ഞെടുപ്പിൽ ഇറങ്ങിയേറിയത് നാടകീയ സംഭവങ്ങൾ. അമ്മയുടെ ഭരണഘടനാ പ്രകാരം എക്സിക്യൂട്ടീവ് കമ്മിറ്റിയിൽ വേണ്ടത് 4 വനിതകൾ. 3 പേർ മത്സരിച്ചെങ്കിലും തെരഞ്ഞെടുത്തത് ഒരാളെ മാത്രം. ഇതോടെ ഒരു വിഭാഗം പ്രതിഷേധമുയർത്തി. 1 മണിക്കൂറോളം നീണ്ട തർക്കത്തിനൊടുവിൽ അനന്യയെയും സരയുവിനെയും അൻസിബയെയും കമ്മിറ്റിയിൽ ഉൾപ്പെടുത്തി. അവശേഷിക്കുന്ന ഒരാളെ അടുത്ത എക്സിക്യൂട്ടീവ് കമ്മിറ്റി തെരഞ്ഞെടുക്കും. വിടവാങ്ങൽ പ്രസംഗത്തിൽ വികാരാധീനനായാണ് ഇടവേള ബാബു സംസാരിച്ചത്. സൈബർ ആക്രമണങ്ങളിൽ താൻ ഒറ്റപ്പെട്ടെന്നും ആരും ഒപ്പമുണ്ടായില്ലെന്നും വിടവാങ്ങൽ പ്രസംഗത്തിൽ ഇടവേള ബാബു വിഷമം പങ്കുവച്ചു. 24 കൊച്ചി. അന്താരാഷ്ട്ര T20 ക്രിക്കറ്റിൽ നിന്ന് വിരമിക്കൽ പ്രഖ്യാപിച്ച ഇന്ത്യൻ താരം രവീന്ദ്ര ജഡേജ. ലോകകപ്പ് നേട്ടത്തിന് പിന്നാലെയാണ് ജഡേജയുടെ വിരമിക്കൽ പ്രഖ്യാപനം. ഇന്ത്യൻ നായകൻ രോഹിത് ശർമ്മയും വിരാട് കോഹ്ലിയും കുട്ടിക്രിക്കറ്റിൽ നിന്ന് വിടവാങ്ങൽ പ്രഖ്യാപിച്ചിരുന്നു. ഓൾറൗണ്ടറായ രവീന്ദ്ര ജഡേജ T20യിൽ ഇന്ത്യയ്ക്കായി 74 മത്സരങ്ങളിൽ നിന്ന് 515 റൺസും 54 വിക്കറ്റും നേടിയിട്ടുണ്ട്. ഏകദിനത്തിലും ടെസ്റ്റിലും തുടർന്നും കളിക്കുമെന്ന് ജഡേജ വ്യക്തമാക്കി. തിരുവനന്തപുരം വർക്കല കാപ്പിൽ ബീച്ചിൽ കുളിക്കാനിറങ്ങിയ 2 പേർ തിരയിൽപ്പെട്ട് മരിച്ചു. കൊല്ലം സീമാട്ടി സ്വദേശി അല്ലമീൻ, കൊട്ടാരക്കര സ്വദേശി അൻവർ എന്നിവരാണ് മരിച്ചത്. 2 മണിയോടെയായിരുന്നു അപകടം. കുടുംബത്തോടൊപ്പം കാപ്പിൽ ബീച്ചിലെത്തിയതായിരുന്നു ഇരുവരും. മരിച്ച അൻവർ പ്രവാസിയായിരുന്നു. ബക്രീദിന്റെ അവധിക്കാണ് നാട്ടിലെത്തിയത്. മൃതദേഹം പാരിപ്പള്ളി മെഡിക്കൽ കോളേജിലേക്ക് മാറ്റി. തൃശൂർ കയ്പമംഗലത്ത് മീൻപിടുത്തത്തിനിടെ വള്ളം മറിഞ്ഞ് 3 മത്സ്യത്തൊഴിലാളികൾക്ക് പരിക്ക്. കൂരിക്കുഴി സ്വദേശി തൈക്കാട് സുരേഷിന്റെ ഭാഗ്യമാല എന്ന വള്ളമാണ് അപകടത്തിൽപ്പെട്ടത്. വള്ളത്തിലുണ്ടായിരുന്ന 3 പേരും സാഹസികമായി നീന്തിക്കയറി രക്ഷപ്പെടുകയായിരുന്നു. അതിനിടെ ട്രോളിംഗ് നിരോധനം മറികടന്ന് മത്സ്യബന്ധനത്തിന് പോയ ബോട്ട് കടലിൽ കുടുങ്ങി. കൊടുങ്ങല്ലൂർ അഴീക്കോട് നിന്ന് 50 മത്സ്യത്തൊഴിലാളികളുമായി പോയ ബോട്ടാണ് കുടുങ്ങിയത്. അഴീക്കോട് ഫിഷറീസ് സ്റ്റേഷനിൽ വിവരം ലഭിച്ചതിന് പിന്നാലെ ഉദ്യോഗസ്ഥരെത്തി തൊഴിലാളികളെ രക്ഷപ്പെടുത്തി. സംസ്ഥാനത്ത് ഇടത്തരം മഴ തുടരും. വടക്കൻ കേരളത്തിൽ ഇന്ന് ഒറ്റപ്പെട്ട ശക്തമായ മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് മുന്നറിയിപ്പ് നൽകി. കോഴിക്കോട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ യെല്ലോ അലർട്ട് പ്രഖ്യാപിച്ചു. കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ നാളെയും യെല്ലോ അലർട്ടുണ്ട്. മഴയ്ക്കൊപ്പം ശക്തമായ കാറ്റിനും ഇടിമിന്നലിനും സാധ്യതയുണ്ട്. പൊതുജനങ്ങൾ ജാഗ്രത പാലിക്കണമെന്ന് ദുരന്ത നിവാരണ അതോറിറ്റി വ്യക്തമാക്കി. കേരള തീരത്ത് മീൻപിടുത്തത്തിന് തടസ്സമില്ല. ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളിൽ കനത്ത മഴയും വെള്ളക്കെട്ടും. മഴക്കെടുതിയിൽ ഡൽഹിയിൽ മരണം 11ആയി. അയോധ്യയിൽ പുതുതായി നിർമ്മിച്ച റോഡിൽ വെള്ളക്കെട്ടുണ്ടായതിനെ തുടർന്ന് 6 ഉദ്യോഗസ്ഥരെ സസ്പെൻഡ് ചെയ്തു. ഡൽഹി സമയപ്പൂർ ബദലിൽ കനത്ത മഴയെ തുടർന്നുണ്ടായ വെള്ളക്കെട്ടിൽ കളിക്കാനിറങ്ങിയ കുട്ടികളാണ് മുങ്ങിമരിച്ചത്. ഷാലിമാർ ബാഗിൽ 20 വയസ്സുകാരനും മുങ്ങിമരിച്ചു. ഒക്ല ഇൻഡസ്ട്രിയൽ ഏരിയയിലെ അണ്ടർപാസിൽ സ്കൂട്ടർ യാത്രികൻ വെള്ളക്കെട്ടിൽ മുങ്ങിമരിച്ചത് കഴിഞ്ഞ ദിവസമാണ്. ഇതോടെ മഴക്കെടുതിയിൽ ഡൽഹിയിൽ മരിച്ചവരുടെ എണ്ണം 11ആയി. അയോധ്യയിൽ പുതുതായി നിർമ്മിച്ച റോഡിൽ വെള്ളക്കെട്ട് രൂപപ്പെട്ടു. റോഡിന്റെ പലയിടങ്ങളും തകർന്നു. സംഭവത്തിൽ 6 ഉദ്യോഗസ്ഥരെ ഉത്തർപ്രദേശ് സർക്കാർ സസ്പെൻഡ് ചെയ്തു. അന്വേഷണം നടക്കുകയാണെന്ന് പൊതുമരാമത്ത് വകുപ്പ് പ്രിൻസിപ്പൽ സെക്രട്ടറി അജയ് ചൗഹാൻ വ്യക്തമാക്കി. ഗുജറാത്തിലും പഞ്ചാബിലും ശക്തമായ മഴയും വെള്ളക്കെട്ടുമുണ്ട്. ഉത്തരാഖണ്ഡിലും സ്ഥിതിഗതികൾ അതീവ രൂക്ഷമാണ്. ഹരിദ്വാറിൽ മിന്നൽ പ്രളയത്തിൽ നിരവധി വാഹനങ്ങൾ ഒഴുകിപ്പോയി. വീടുകൾക്കും കേടുപാട് സംഭവിച്ചിട്ടുണ്ട്. പലയിടങ്ങളിലും വെള്ളക്കെട്ട് രൂപപ്പെട്ടു. ഗംഗാ നദിയുടെ തീരത്ത് താമസിക്കുന്നവർക്ക് ജാഗ്രതാ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. അരുണാചൽ പ്രദേശിൽ ഇന്ന് റെഡ് അലേർട്ടാണ്. ഡൽഹി, UP, മഹാരാഷ്ട്ര, പഞ്ചാബ്, ഉത്തരാഖണ്ഡ്, ഹിമാചൽ എന്നീ സംസ്ഥാനങ്ങളിൽ ഓറഞ്ച് അലേർട്ടും പ്രഖ്യാപിച്ചിട്ടുണ്ട്. അടുത്ത 5 ദിവസത്തേക്ക് കൂടി ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളിൽ മഴ കനക്കുമെന്നാണ് കേന്ദ്ര കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രത്തിന്റെ മുന്നറിയിപ്പ്. വിനീത VG, 24, ഡൽഹി. വീണ്ടും രാജ്യത്ത് നാളെ പുതിയ ശിക്ഷാ തെളിവ് നിയമങ്ങൾ പ്രാബല്യത്തിലാകും. സ്ത്രീകൾക്കും കുട്ടികൾക്കുമെതിരെയുള്ള കുറ്റങ്ങൾക്ക് കർശന ശിക്ഷയാണ് വ്യവസ്ഥ ചെയ്യുന്നത്. എന്നാൽ രാജ്യദ്രോഹത്തിനുൾപ്പെടെ നൽകിയ വ്യാഖ്യാനങ്ങൾ ദുരുപയോഗം ചെയ്യപ്പെടുമോ എന്ന ആശങ്ക മനുഷ്യാവകാശ പ്രവർത്തകർ പങ്കുവയ്ക്കുന്നുണ്ട്. ഇന്ത്യൻ ശിക്ഷാ നിയമം, ക്രിമിനൽ നടപടിച്ചട്ടം, ഇന്ത്യൻ തെളിവ് നിയമം എന്നിവ പരിഷ്കരിച്ചാണ് ഭാരതീയ ന്യായ സംഹിത, ഭാരതീയ നാഗരിക് സുരക്ഷ, ഭാരതീയ സാക്ഷി നിയമം എന്നീ പേരുകളുള്ള നിയമങ്ങൾ ഏർപ്പെടുത്തുന്നത്. 2023 ഓഗസ്റ്റിലാണ് ആഭ്യന്തരമന്ത്രി അമിത്ഷാ പുതിയ നിയമങ്ങൾ പാർലമെന്റിൽ അവതരിപ്പിച്ചത്. സ്ത്രീകൾക്കും കുട്ടികൾക്കുമെതിരെയുള്ള അതിക്രമങ്ങൾ തടയാനുള്ള വകുപ്പുകൾ ചേർത്ത പുതിയ അധ്യായം ഭാരതീയ ന്യായ സംഹിതയിലുണ്ട്. പ്രായപൂർത്തിയാകാത്ത പെൺകുട്ടിയെ ബലാത്സംഗം ചെയ്താൽ വധശിക്ഷയോ ജീവപര്യന്തമോ ആണ് ശിക്ഷ. വിവാഹം, തൊഴിൽ വാഗ്ദാനം, സ്ഥാനക്കയറ്റം എന്നിവയുടെ പേരിൽ സ്ത്രീകളെ ലൈംഗികമായി ചൂഷണം ചെയ്യുന്നതും കുറ്റകരമാണ്. ആൾക്കൂട്ട കൊലപാതകം, വിദ്വേഷ കുറ്റകൃത്യങ്ങൾ എന്നിവ കൊലക്കേസിലെ പ്രത്യേക വിഭാഗങ്ങളായി മാറ്റി. എല്ലാ കേസുകളിലെയും അന്വേഷണം 6 മാസത്തിനകം പൂർത്തിയാക്കണമെന്നും നിയമം അനുശാസിക്കുന്നു.
എന്നാൽ പുതിയ നിയമങ്ങളിൽ മനുഷ്യാവകാശ പ്രവർത്തകർ ആശങ്ക ഉന്നയിക്കുന്നുണ്ട്. സുപ്രീംകോടതി റദ്ദാക്കിയ 124A രാജ്യദ്രോഹ കുറ്റം കൂടുതൽ ശക്തമായ ചട്ടങ്ങൾ ഉൾപ്പെടുത്തി ഭാരതീയ ന്യായ സംഹിതയിൽ 152 വകുപ്പായി ഉൾപ്പെടുത്തിയിട്ടുണ്ട്. സർക്കാർ ഇത് ദുരുപയോഗിക്കുമെന്നാണ് ആശങ്ക. ഡിജിറ്റൽ തെളിവായി ഫോണും ലാപ്ടോപ്പും പിടിച്ചെടുക്കാൻ അന്വേഷണ ഏജൻസിക്കുള്ള അധികാരം മാധ്യമപ്രവർത്തകരുടെ അടക്കം സ്വകാര്യതാ ലംഘനത്തിന് വഴിവെക്കും. ക്രിമിനൽ നിയമങ്ങൾക്ക് മുൻകാല പ്രാബല്യം ഇല്ലാതാകുന്നത് വിചാരണ കോടതികളിലും മറ്റും ആശയക്കുഴപ്പത്തിനും വഴിവെക്കുമെന്നതും മറ്റൊരു പ്രശ്നമാണ്. ന്യൂസ് ഡെസ്ക് 24. മൂന്നാം വട്ടം പ്രധാനമന്ത്രിയായ ശേഷമുള്ള ആദ്യ മൻ കി ബാത്ത് പരിപാടിയിൽ കേരളത്തിലെ അട്ടപ്പാടിയെക്കുറിച്ച് പരാമർശിച്ച് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ആദിവാസി സ്ത്രീകൾ നിർമ്മിക്കുന്ന കാർത്തുമ്പി കുടകളെ പ്രകീർത്തിച്ചു. ലോക്സഭാ തിരഞ്ഞെടുപ്പിനെ തുടർന്ന് കഴിഞ്ഞ ഫെബ്രുവരി 23 മുതൽ നിർത്തിവെച്ച പ്രധാനമന്ത്രിയുടെ പ്രതിമാസ റേഡിയോ പരിപാടി മൻ കി ബാത്ത് പുനരാരംഭിച്ചു. മൂന്നാം തവണ പ്രധാനമന്ത്രിയായ ശേഷമുള്ള ആദ്യ മൻ കി ബാത്തിൽ തന്നെ മോദി കേരളത്തെക്കുറിച്ച് പരാമർശിച്ചു. അട്ടപ്പാടിയിലെ ആദിവാസി സ്ത്രീകളുടെ നേതൃത്വത്തിലുള്ള സഹകരണ സംഘം നിർമ്മിക്കുന്ന കാർത്തുമ്പി കുടകളെ പ്രധാനമന്ത്രി വിശദമായി ലോകത്തിന് പരിചയപ്പെടുത്തി. केरला के अट्टापड़ी में ये रंग बिरंगे छाते बहुत शानदार होते हैं और खासियत ये इन छातों को केरला की हमारी आदिवासी बहनें तैयार करती हैं. ലോക പരിസ്ഥിതി ദിനത്തിന്റെ ഭാഗമായുള്ള മാതാവിന്റെ പേരിൽ ഒരു വൃക്ഷം പദ്ധതിയുടെ ഭാഗമാകാൻ പ്രധാനമന്ത്രി ആഹ്വാനം ചെയ്തു. മൻ കി ബാത്തിൽ നീറ്റ് ക്രമക്കേട്, ട്രെയിൻ അപകടം അടക്കമുള്ള വിഷയങ്ങൾ പ്രധാനമന്ത്രി പരാമർശിച്ചില്ലെന്ന വിമർശനവുമായി കോൺഗ്രസ് രംഗത്ത് വന്നു. തെരഞ്ഞെടുപ്പ് പ്രചാരണ സമയത്ത് ഉത്തരേന്ത്യയും ദക്ഷിണേന്ത്യയും തമ്മിൽ ഭിന്നിപ്പുണ്ടാക്കിയ മോദിയാണ് ഇപ്പോൾ കേരളത്തിലെ കുടകളെക്കുറിച്ച് പറയുന്നതെന്നും കോൺഗ്രസ് നേതാവ് പവൻ ഖേര വിമർശിച്ചു. 24 ഡൽഹി. ഇനി ചില വാർത്തകൾ ചുരുക്കത്തിൽ. ജമ്മുകശ്മീരിലെ റിയാസി ഭീകരാക്രമണവുമായി ബന്ധപ്പെട്ട് NIA റെയ്ഡ് പരിശോധന. രജൌരിയിലെ വിവിധയിടങ്ങളിൽ റെയ്ഡ്. ആക്രമണത്തിന് പിന്നിലെ സംഘങ്ങൾ പ്രവർത്തിച്ചിരുന്ന ഇടങ്ങളിൽ. കായംകുളത്ത് KSRTC കണ്ടക്ടറെ അസഭ്യം പറഞ്ഞയാൾ പോലീസിന്റെ പിടിയിൽ. പോലീസ് കസ്റ്റഡിയിലെടുത്തത് കൊട്ടാരക്കര ഇഞ്ചക്കാട് സ്വദേശി ഷിബുവിനെ. KSRTC കണ്ടക്ടറെ അസഭ്യം പറയുന്നതിന്റെ ദൃശ്യങ്ങൾ 24 പുറത്തുവിട്ടിരുന്നു. പുതിയ കരസേനാ മേധാവിയായി ജനറൽ ഉപേന്ദ്ര ദ്വിവേദി ചുമതലയേറ്റു. പ്രതിരോധ മന്ത്രാലയ ആസ്ഥാനത്തെ വർണ്ണാഭമായ ചടങ്ങിൽ ജനറൽ മനോജ് പാണ്ഡെയിൽ നിന്ന് ചുമതല ഏറ്റെടുത്തു. സ്ഥാനമേറ്റത് രാജ്യത്തിന്റെ 30ാമത് കരസേനാ മേധാവിയായി. കരിപ്പൂരിൽ നിന്ന് മസ്കറ്റിലേക്ക് പുറപ്പെടേണ്ട എയർ ഇന്ത്യ എക്സ്പ്രസ് വിമാനം റദ്ദാക്കി. സാങ്കേതിക തകരാറെന്നാണ് വിശദീകരണം. വിമാനം പുറപ്പെടേണ്ടിയിരുന്നത് രാത്രി 11:10. എറണാകുളം കണ്ണമാലി ചാലിപ്പുറത്ത് കടലിലേക്കുള്ള ചാലിൽ യുവാവ് മുങ്ങി മരിച്ചു. മരിച്ചത് പള്ളുരുത്തി സ്വദേശി രാഹുൽ. കരുവന്നൂർ കേസിലെ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് നടപടികളെ രാഷ്ട്രീയമായി പ്രതിരോധിക്കാൻ CPIM, EDയും കേന്ദ്ര ഏജൻസികളും ഏറെക്കാലമായി കേരളത്തിലെ ഇടത് പാർട്ടി നേതാക്കളെ വേട്ടയാടുന്നുവെന്ന് K. രാധാകൃഷ്ണൻ MP. കരുവന്നൂരിലെ നടപടികൾ തുടക്കം മാത്രമെന്ന് BJP സംസ്ഥാന അധ്യക്ഷൻ K. സുരേന്ദ്രൻ പറഞ്ഞു. കരുവന്നൂർ കേസിൽ CPMനെ പ്രതി ചേർത്ത് രണ്ടാം ഘട്ട കുറ്റപത്രം സമർപ്പിക്കാൻ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് നീക്കം തുടങ്ങിയതോടെ CPIMും പ്രതിരോധം കടുപ്പിക്കുകയാണ്. സഹകരണ മേഖലയെക്കുറിച്ച് ദുഷ്പ്രചരണം നടക്കുന്നുവെന്നും അഴിമതി നടത്തിയവരെ സംരക്ഷിക്കുന്ന നിലപാട് CPIM സ്വീകരിക്കില്ലെന്നും K. രാധാകൃഷ്ണൻ MP പറഞ്ഞു. തങ്ങൾക്ക് പറ്റാത്ത എല്ലാ സംഘടനകളെയും നേതാക്കളെയും തകർക്കുക എന്ന നിലപാട് കുറെ വർഷങ്ങളായിട്ട് സ്വീകരിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതിന്റെ ഭാഗം തന്നെയാണ് ഇപ്പോഴും അത് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ആരെങ്കിലും തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അവരെ സംരക്ഷിക്കണമെന്ന് ഒരിക്കൽ പോലും ഞങ്ങൾ വാദിച്ചിട്ടില്ല. അതേസമയം CPM ജില്ലാ സെക്രട്ടറിയുടെ അനധികൃത സ്വത്ത് കണ്ടുകെട്ടിയത് സ്വാഗതാർഹമെന്ന് BJP സംസ്ഥാന അധ്യക്ഷൻ K. സുരേന്ദ്രൻ. ശ്രീ നരേന്ദ്രമോദിജി തന്നെ പറഞ്ഞു, കേരളത്തിൽ സഹകരണ കൊള്ള നടത്തി സമാഹരിച്ചിട്ടുള്ള സ്വത്തുക്കൾ മുഴുവൻ തിരിച്ചെടുത്ത് അത് പാവപ്പെട്ട നിക്ഷേപകർക്ക് കൊടുക്കും എന്നുള്ള വാഗ്ദാനം ശ്രീ നരേന്ദ്രമോദിജി തന്നെ ഇവിടെ പരസ്യമായി പറഞ്ഞിരുന്നു. അത് അക്ഷരം പ്രതി യാഥാർത്ഥ്യമായിക്കൊണ്ടിരിക്കുകയാണ്. കരുവന്നൂർ കേസിലെ ED നീക്കത്തിനെതിരെ നിയമപോരാട്ടത്തിനൊപ്പം ജനകീയ പ്രതിരോധത്തിന് കൂടി ഒരുങ്ങുകയാണ് CPIM. 24 തൃശൂർ. ഇതോടെ 24 പൂർണ്ണമാകുന്നു.